വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. നേതാക്കൾ നാവടക്കണമെന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയാൽ തള്ളിപ്പറയുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. AK ബാലനെതിരെയും പാർട്ടിയിൽ പരോക്ഷ വിമർശനമുണ്ട്. അതേസമയം രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. MV ജയരാജൻ പങ്കെടുക്കും. പാർട്ടി എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. ഇപ്പൊ ഏതോ ഒരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് CPM-നെതിരായിട്ട് MLA-ക്കെതിരായിട്ട് MLA ഓഫീസിലേക്ക് കൊടിയും പിടിച്ചിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾ നിങ്ങളുടെ തടി കാക്കേണ്ടി വരും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ പയ്യന്നൂരിലെ ജനാവലികൾക്കറിയാം എന്തായിരുന്നു എന്ന്. ഇപ്പോഴാ നേതാക്കന്മാരെ കള്ളിയിലിട്ടിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ്. ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്. ഈ ജനങ്ങളോട് അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ 5 നയാ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. കണക്ക് പറയുന്നത് കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഉറപ്പോടെ പറയുന്നു, ചങ്കുറപ്പോടെ പറയുന്നു, രണ്ടാജിന്റെ പിന്മുറക്കാർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു 5 നയാ പൈസയുടെ അപകടം ഈ നാട്ടിനകത്തുണ്ടായിട്ടില്ല. ഇത് കണ്ടത് ഇപ്പോൾ പയ്യന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സന്തോഷ് കുമാറിന്റെ പ്രതികരണമാണ്. അവിടെ വലിയ പ്രതിഷേധവുമായിട്ട് നടക്കുന്നുണ്ട്. CPM-ന്റെ ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ VV വിനോദ് വിവരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വിനോദ്, സജി ചെറിയാന്റെ വർഗീയ പരാമർശം അത് പാർട്ടിയെ ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കി നമുക്കറിയാം. ഒപ്പം AK ബാലന്റെ ചില വാക്കുകളുമൊക്കെ അത് വാവിട്ട വാക്കുകളാണ് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്ത് മുന്നറിയിപ്പാണ് രണ്ട് നേതാക്കൾക്കും പാർട്ടി നൽകുന്നത്? രഞ്ജിത്ത്, ശക്തമായൊരു നിലപാടാണ് ഇതിൽ CPM കൈക്കൊള്ളുന്നത്. കാരണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സമിതിയിൽ കൃത്യമായ ഭാഷയിൽ ഒരു പരിധിവരെ നമ്മൾ പറഞ്ഞാൽ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കാരണം പാർട്ടി നേതൃത്വത്തെ വല്ലാതെ വെട്ടിലാക്കുന്ന ഒരു പരാമർശമാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മലപ്പുറത്തും അതോടൊപ്പം തന്നെ കാസർഗോഡും ജയിച്ച ആളുകളുടെ പേരുകൾ പരിശോധിക്കുമെന്ന ആദ്യത്തെ പരാമർശം. പിന്നീട് ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുക്കളും മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിങ്ങളും മതേതര കാഴ്ചപ്പാടോടുകൂടി CPM-ഉം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയെടുത്ത് തോൽവിയും ഉണ്ടായി എന്ന നിലയിലായിരുന്നു സജി ചെറിയാൻ രണ്ടാമത് തിരുത്തിയത്. ഏറ്റവും ഒടുവിൽ അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് പോയി. ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തൻ്റെ പ്രസ്താവന പിൻവലിക്കുന്ന തരത്തിലേക്കൊന്നും സജി പോയിരുന്നില്ല. അവിടെയാണ് പാർട്ടിയുടെ ഇടപെടൽ. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് മുമ്പിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. അവിടെ ഒരു ഘട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ CPM-ന് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ജമാഅത്തെ പരാമർശം ഉണ്ടായി. പാർട്ടി എടുക്കുന്ന നിലപാട് അങ്ങനെയായി. അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങൾ വരുന്നു. അവിടെ ഹൈന്ദവ മേഖലയോട് കൂടുതൽ പാർട്ടി അടുക്കുന്നു. അങ്ങനെ ഒരു തിരികെപ്പോക്കിലേക്ക് CPM നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു ഘട്ടമുണ്ടായപ്പോൾ മുസ്ലിം വോട്ടുകൾ N ബ്ലോക്കായി മാറുകയും അത് UDF-ന് ഗുണകരമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടായതും. ഇത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. നഷ്ടമായ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നീട് മുസ്ലിം സമൂഹം ഒന്നാകെ CPM-ൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശമൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് CPM-ന് സൃഷ്ടിച്ചത്. അതിന് പുറമെയായിരുന്നു സജി ചെറിയാൻ്റെ പരാമർശം. മാത്രമല്ല AK ബാലൻ പറഞ്ഞതും അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്ന നിലയിൽ AK ബാലൻ്റെ പരാമർശമുണ്ടായി. ഈ രണ്ട് നേതാക്കളെയും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM തള്ളിക്കളയുകയാണ്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന സൂചന തന്നെയാണ് പാർട്ടി നേതൃത്വം നേതാക്കൾക്ക് നൽകുന്നത്. ആദ്യമായല്ല സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ഈ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രായപരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, പിന്നീട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം, ഇതെല്ലാം തന്നെ CPM-ന് പല ഘട്ടങ്ങളിൽ തലവേദന സൃഷ്ടിച്ചിട്ടുള്ളതാണ്. സജി ചെറിയാൻ നാവടക്കണം എന്ന സന്ദേശം തന്നെയാണ് പാർട്ടി ഇപ്പോൾ നൽകുന്നത്. രഞ്ജിത്ത്. ശരി വിനോദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.